ആകാശവാണി. നമസ്കാരം. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. അതിർത്തിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ, കര, വ്യോമ, നാവികസേനാ മേധാവിമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു യോഗം. അതേസമയം അതിർത്തിയിലെ വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഡിജിഎംഒമാർ ചർച്ച നടത്തും. പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ആയുധ സംവിധാനം ഉൾപ്പെടെ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചതെന്ന് എയർ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ എയർ മാർഷൽ എ കെ ഭാർത്തി. ന്യൂഡൽഹിയിൽ നടന്ന സംയുക്ത സൈനിക വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ മികവ് പുലർത്തി. മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിന്നുള്ള ലോങ് റേഞ്ച് റോക്കറ്റുകൾ, ഡ്രോണുകൾ എന്നിവ തകർത്തതായും അദ്ദേഹം വ്യക്തമാക്കി. While much has been said and written about the newer systems, I would like to place on record the performance and efficacy demonstrated by even the older battle-proven AD systems like the Pechora, the Osa AK and the LLAD guns in countering the Pakistani threat vectors in the current operations. They were all modern generations, but these battle-proven systems stood the test of time and took them on head-on. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തിയും ക്ഷമതയും മികച്ചതാണെന്നതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഡിജിഎംഒ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ പറഞ്ഞു. ഈ പോരാട്ടത്തിൽ അതിർത്തി രക്ഷാസേന വഹിച്ച പങ്ക് വളരെ നിർണായകമായിരുന്നെന്നും ഇന്ത്യയുടെ സംയുക്ത സേനകളുടെ കരുത്താണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രകടമായതെന്നും അദ്ദേഹം പറഞ്ഞു. आतंकियों पर हमारे सटीक हमले लाइन ऑफ कंट्रोल और इंटरनेशनल बाउंड्री को पार करे बिना किए गए थे. हमें पूरा अंदेशा था कि पाकिस्तान का वार भी बॉर्डर के उस पार से ही होगा. हमारी इन्वेंट्री में शामिल काउंटर मैन्ड एरियल सिस्टम्स, इलेक्ट्रॉनिक वॉरफेयर के साधन और एयर डिफेंस वेपन्स का इंडियन एयरफोर्स के इसी प्रकार के सिस्टम्स के साथ एक अनोखा मिश्रण किया गया. ഏത് തരത്തിലുള്ള ഭീഷണിയും തിരിച്ചറിയാനും ശക്തമായി പ്രതിരോധിക്കാനും ഇന്ത്യൻ നാവികസേന സജ്ജമാണെന്ന് നേവൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ് അറിയിച്ചു. ഉയർന്ന നിലവാരമുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് ഇന്ത്യൻ നാവികസേന നിരീക്ഷണം നടത്തിയതെന്നും പാകിസ്ഥാനിൽ നിന്ന് വ്യോമമാർഗമുണ്ടായ ഭീഷണികൾ തിരിച്ചറിയാൻ ഇതിലൂടെ സാധിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ നിലവിൽ വന്നതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളം താൽക്കാലികമായി അടച്ചിട്ടിരുന്ന 32 വിമാനത്താവളങ്ങൾ തുറന്നു. അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം ശക്തമായതിനെ തുടർന്നാണ് വിമാനത്താവളങ്ങൾ അടച്ചത്. യാത്രാ വിമാനങ്ങളുടെ സർവീസ് ഉൾപ്പെടെ റദ്ദാക്കിയിരുന്നു. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. എന്നാൽ സുരക്ഷാ നടപടികൾ ശക്തമായി തുടരും. ചില വിമാനങ്ങളുടെ സമയക്രമങ്ങളെ ഇത് ബാധിച്ചേക്കാമെന്നും ഡിഐഎഎൽ പ്രസ്താവനയിൽ പറഞ്ഞു. കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കാനും നിർദ്ദേശിച്ചു. ജമ്മുകശ്മീരിലും മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും കഴിഞ്ഞ രാത്രി സ്ഥിതിഗതികൾ സമാധാനപരമായിരുന്നുവെന്ന് ഇന്ത്യൻ സൈന്യം. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാകിസ്ഥാൻ സൈന്യം അടുത്തിടെ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ച അവകാശവാദങ്ങൾ നിരാകരിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ വ്യോമത്താവളങ്ങൾ പാകിസ്ഥാൻ നശിപ്പിച്ചതായി ഇന്ത്യൻ വാർത്താ ചാനലുകൾ തന്നെ പ്രക്ഷേപണം ചെയ്തു എന്നായിരുന്നു ആരോപണം. വ്യാജ ദൃശ്യങ്ങൾ തെളിവായി ഹാജരാക്കി പാകിസ്ഥാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പിഐബിയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ഉടൻ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, വെടിനിർത്തൽ തുടങ്ങിയവ പാർലമെന്റ് ചർച്ച ചെയ്യണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ അഭ്യർത്ഥന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി അറിയിച്ചു. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലെ നിർണായക സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകിയിരിക്കുന്നതെന്ന് ബിജെപി വക്താവ് സംബിത് പത്ര. സൈന്യത്തിന്റെ ധീരതയാണ് ഈ ഓപ്പറേഷനിലൂടെ പ്രകടമായതെന്നും ഓരോ പൌരനും കരസേനയ്ക്ക് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അജ്ഞാതമായ സ്ഫോടക വസ്തുക്കൾ കണ്ടാൽ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകൾ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.